So in this class I am going to explain the torque on current carrying loop, which is the basic theory behind moving coil galvanometer. ലാബിൽ ഉപയോഗിക്കുന്ന മൂവിങ് കോയിൽ ഗാൽവനോമീറ്റേഴ്സിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അതിലൊരു ഡിഫ്ലക്ഷൻ കിട്ടുമെന്ന്. ആക്ച്വലി അതിൽ ഡിഫ്ലക്ഷൻ കിട്ടുന്നത് ഗാൽവനോമീറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പെർമനൻറ്റ് മാഗ്നറ്റ് നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പോൾ ആ പെർമനൻറ്റ് മാഗ്നറ്റിൽ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഇരിക്കുകയാണ്. ആ കറണ്ട് ക്യാരിങ് ലൂപ്പിൽ കറണ്ട് പോകുമ്പോൾ അതിന് ആക്ട് ചെയ്യുന്ന ടോർക്കാണ് ഡിഫ്ലക്ഷനായിട്ട് നമ്മൾ റീഡിംഗ് ആയിട്ട് എടുക്കുന്നത് ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്ററിൽ. സോ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം നോർത്തിൽ നിന്ന് സൗത്തിലാണെന്ന്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി. നൗ ഒരു റെക്ടാങ്കുലർ കോയിൽ PQRS, അതിൽ കൂടെ ഒരു കറണ്ട് I പാസ് ചെയ്യുകയാണ്. അത് ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് ഇരിക്കുന്നത്. ആൻഡ് ലൈക്ക് L be the length of the loop and B be the breadth of the loop. And we want to define one more parameter, that is theta. Theta is the angle between plane of the coil and B. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ഈ കോയിലിൻ്റെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. സപ്പോസ് ഇതാണ് കോയിൽ എന്ന് വിചാരിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പ്ലെയിൻ ഓഫ് ദി കോയിലും മാഗ്നറ്റിക് ഫീൽഡും പാരലാണ്. അപ്പോൾ തീറ്റ 0. ഇനി കോയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഓഫ് ദി കോയിൽ ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, 90 ഡിഗ്രി. ചില ടെക്സ്റ്റുകളിൽ തീറ്റേനെ നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 90 ഡിഗ്രിയുടെ ഡിഫറൻസ് വരും. ഞാനിതിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. ഈ ഡിസ്കഷനിൽ ഞാൻ എടുത്തിരിക്കുന്നത് തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് ദി കോയിൽ ആൻഡ് ബി. ആൻഡ് വി നോ ദ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ I ഇൻ്റഗ്രൽ DL ക്രോസ് B. അപ്പോൾ ഈ കറണ്ട് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ 4 സെഗ്മെൻറ്റ് ആക്കാണ്. ഫ്രം P to Q, Q to R. അങ്ങനെ ഇങ്ങനെ 4 സെഗ്മെൻറ്റിൽ ഓരോ സെഗ്മെൻറ്റിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് PQ ആയിട്ട് എടുക്കുകയാണ്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ F1 എന്ന് വിളിക്കുകയാണ്. F1. സെക്കൻഡ് സെഗ്മെൻറ്റിൽ F2, ഹിയർ F3 ആൻഡ് F4 ഓൺ ദി ടോപ്പ്. ഇനി ഓരോ സെഗ്മെൻറ്റിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റ് മീ കൺസിഡർ F1. F1 ഈസ് I DL ക്രോസ് B. ദിസ് ഈസ് I for this segment PQ. So PQ. Now we can see B is constant. ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദിസ് ഇൻ്റഗ്രേഷൻ P നിന്ന് Qയിലേക്ക് വരുന്ന വരെ B കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ഇൻ്റഗ്രൽ DL മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇൻ്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ PQ, ഈ ടോട്ടൽ ലെങ്ത് PQ, വെക്റ്റർ PQ ക്രോസ് B. So this is equal to I. What is PQ? PQ is the length of the coil. അതിന് ഞാൻ L എന്ന് വിളിക്കുകയാണെങ്കിൽ വെക്റ്റർ L ക്രോസ് B. So this is equal to I L B. ആംഗിൾ ബിറ്റ്വീൻ ദം സൈൻ എത്രയാണ് ആംഗിൾ? കോയിലും ഇതും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, കറണ്ടും കോയിലും തമ്മിലുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ലെങ്ത്തും കോയിലും തമ്മിലുണ്ടാക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് ഈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലുമാണ്. സോ ദി ആംഗിൾ ഈസ് 90. സോ സൈൻ 90 ഡിഗ്രി. ദിസ് ഈസ് I L B. ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിലാണ് F1 ഉണ്ടാവുക? ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ തമ്പ് ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിലും മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനും ആണെങ്കിൽ, കറണ്ടിൻ്റെ അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ഡയറക്ഷനും ആണെങ്കിൽ തമ്പായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഈ എക്സാമ്പിളിൽ നമുക്ക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. സോ ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനും കറണ്ട് Pയിൽ നിന്ന് Qയിലേക്കാണ്, അല്ലെങ്കിൽ ലെങ്ത്ത് Pയിൽ നിന്ന് Qയിലേക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനാണ്, ഔട്ട് ഓഫ് ദി പ്ലെയിൻ. സോ ഔട്ട് ഓഫ് ദി പ്ലെയിൻ F1 ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ഈ സെഗ്മെൻറ്റിലെ ഫോഴ്സ് മുകളിലേക്കാണ് വരുന്നത്. Then let me consider F3. F3 എത്രയാണ്? F3 is I integral DL cross B for the segment RS. RS, this is equal to I integral DL is vector RS cross B. Is equal to same magnitude തന്നെയാണ് വരുന്നത്. I RS എന്ന് പറഞ്ഞാൽ ഇതേ ലെങ്ത് തന്നെയാണ്. L cross B, that is LB sin. ഇവിടെയും ആംഗിൾ സൈൻ 90 ഡിഗ്രി. കറണ്ട് ഈ ഡയറക്ഷനിലും ലെങ്ത് ഈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനുമാണ്. സെയിം മാഗ്നിറ്റ്യൂഡ് I L B. ഈ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫീൽഡ് ഈ ഡയറക്ഷനിൽ, കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ. സോ തമ്പാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഫോഴ്സ് ഈസ് ഇൻ ടു ദി പ്ലെയിൻ. F3 ഈസ് ഇൻ ടു ദി പ്ലെയിൻ. F2 is into the plane. Now what about F2 and F4? F2 falls on segment, this segment QR. F2 is equal to I, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ QR
cross B. This is equal to I, QR is this breadth, B, B, BB sin ആംഗിൾ ബിറ്റ്വീൻ ദം. എത്രയാണ് ആംഗിൾ വരുന്നത്? തീറ്റയാണ് ആംഗിൾ വരുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇതിൻ്റെ ഡയറക്ഷൻ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, കറണ്ടിൻ്റെ അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത്. സോ തമ്പ് താഴേക്കാണ് വരുന്നത്. സോ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരുന്നത്. ആൻഡ് F4 സെയിം മാഗ്നിറ്റ്യൂഡ്, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഫോഴ്സ് F2ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. F2 ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും സെയിം മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്വേർഡ്സ് ഡയറക്ഷനിൽ. നൗ യു ക്യാൻ സീ ഈ കോയിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ F2 ആക്ട് ചെയ്യുന്നത് ഈ ത്രൂ ഔട്ട് ദി സെഗ്മെൻറ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. F4 ആക്ട് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദി സെഗ്മെൻറ്റിൽ മുകളിലേക്കാണ്. സോ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് ആക്ട്സ് ഓൺ ദി സെയിം ലൈൻ. അപ്പോൾ F2ഉം F4ഉം ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടായിരുന്നു. ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷൻ, ഒന്ന് അപ്വേർഡ് ഡയറക്ഷൻ. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ദേ ആക്ട് ഓൺ ദി സെയിം ലൈൻ. സെയിം ലൈനിലാണെങ്കിൽ ഒരാൾ കോയിലിനെ മുകളിലോട്ട് വലിക്കുന്നു, ഒരാൾ കോയിലിനെ താഴേക്ക് വലിക്കുന്നു. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ F2 ആൻഡ് F4 ആർ equal and opposite and acts on the same line, therefore they cancels. So resultant force അവിടെ ഉണ്ടാവില്ല കോയിലിൽ. Then what about F1 and F3? F1 നമ്മൾ പറഞ്ഞു, F1 മുകളിലേക്കാണ്, F3 into the page ആണ്, and they are also equal. രണ്ടും ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ബട്ട് ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. ഈ കോയിലിൽ ഇവിടെ ഞാൻ മുകളിലേക്കുള്ള ഇവിടുത്തെ ഫോഴ്സ് മുകളിലേക്കാണ്, ഇവിടുത്തെ ഫോഴ്സ് താഴേക്കാണ്. അപ്പം ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കും താഴേക്കും ആക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ സ്റ്റാർട്ട്സ് റൊട്ടേറ്റ്. സോ ദർ വിൽ ബി എ ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് കോയിൽ. സോ ദ ടോർക്ക് ഈസ് ഗിവൺ ബൈ ടോർക്ക് ഓൺ കോയിൽ. ടോർക്ക് ഇസ് ഈക്വൽ ടു, ടോർക്ക് എന്താണ്? വൺ ഓഫ് ദി ഫോഴ്സ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് രണ്ട് ഡിഫറെൻറ്റ് ലൈനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് അതിന് ടോർക്ക് ഉണ്ടാകുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സസ് ആക്ടിങ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഫോഴ്സ് എന്താണ് ഇവിടെ? ILB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ എഴുതുന്ന ഒരു ഫിഗർ കൂടെ വരികയാണ്. ഇവിടുത്തെ ഫോഴ്സ്, സോ ദിസ് ഈസ് ദിസ് പോയിൻറ്റ് P. ഇതിൻ്റെ ടോപ്പ് പോയിൻ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ പോയിൻ്റാണ് P, ദിസ് ഈസ് S. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പറഞ്ഞു ഇൻ ടു ദി പ്ലെയിനാണ്, F1 ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദി ദിസ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആൻഡ് ദിസ് ഈസ് ഇൻ ടു ദി പ്ലെയിൻ. ഇൻ ടു ദി പ്ലെയിൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ F3. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ദിസ് ആംഗിൾ is given theta. If this angle is theta, this is also theta, then this distance is B cos theta. B എന്താണ്? ഇതിൻ്റെ ബ്രെഡ്ത്ത് ആണ് B. So this is B cos theta. So the perpendicular distance is B cos theta. So this is equal to I L small b B cos theta. And what is LB? L is the length of the coil, B is the breadth of the coil. So length into breadth is area. So LB is the area of the coil. So this is equal to IAB cos theta, where A is the area of the coil. Torque tau is equal to BIA cos theta. In some books, this product current into area. What is current into area? Current into area is the magnetic moment of the coil. M ഒന്ന് ചില ബുക്കുകൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. M is the dipole moment of coil. Dipole moment of coil. So this is the expression for torque acting on a coil, rectangular coil placed in a permanent magnetic field. Suppose if there are n turns, ഈ കോയിലിൽ n turns ഉണ്ടെങ്കിൽ നമുക്കതിനെയും കൂടെ അക്കൗണ്ട് ചെയ്യണം. സോ ദി ടോട്ടൽ ടോർക്ക് ഈസ് NBIA cos theta. So this is the expression for torque.
Remember what is theta? Theta is the angle between B and plane of coil. Plane of coil. Now theta is, if theta is equal to 0, cos 0 1, we have maximum value of torque BIA, maximum value. Theta is equal to 0 means B parallel to plane. അപ്പോൾ ഈ കോയിലിൽ പാരലായിട്ടിരിക്കുകയാണെങ്കിൽ അതിന് മാക്സിമം ടോർക്ക് ആക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ കോസ് തീറ്റ 0 ആണ്, അതിൽ ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല. When theta is equal to 90 degree, tau is equal to 0, that is B perpendicular to plane. ചില ടെക്സ്റ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഡിഫൈൻ ചെയ്ത് തീറ്റ 1 ആണ് അവർ പ്രൈമറി പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. തീറ്റ 1 അവർ ഡിഫൈൻ ചെയ്യുന്നത് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു പ്ലെയിൻ ഓഫ് കോയിൽ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്കിത് തമ്മിലുള്ള റിലേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ 1 എന്ന് എഴുതാം. തീറ്റ ഇസ് ഈക്വൽ ടു 90, ഒന്ന് നമ്മളെടുക്കുന്നത് പ്ലെയിനും ഒന്ന് അതിൻ്റെ നോർമലാണ്. അപ്പോൾ 90 ഡിഗ്രി ഡിഫറൻസ് ആണ് വരുന്നത്. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ 1. അപ്പോൾ ചില ടെക്സ്റ്റുകളിൽ ടോ ഇസ് ഈക്വൽ ടു NBIA സൈൻ തീറ്റയുടെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അവർക്ക് സൈൻ തീറ്റയാണ് വരുന്നതെങ്കിൽ നോർമലും ബിയും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഡെറിവേഷനിൽ ഞാൻ എടുത്തിരിക്കുന്നത് തീറ്റ പ്ലെയിൻ ഓഫ് ദി കോയിലും ബിയും തമ്മിലുള്ളതാണ്. അപ്പോൾ കോസ് തീറ്റയാണ് ഇവിടെ വരുന്നത്.